യേശുദാസും മമ്മൂട്ടിയും മഞ്ജു വാര്യരും ശ്രീനിവാസനും എല്ലാം ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർമാർ. മമ്മൂട്ടിയും ശ്രീനിവാസനുമാണെങ്കിൽ ജന്മനാ കൃഷിവലന്മാർ. വിത്ത് എവിടുന്ന രാഘവട്ടാ? പാനം സൂക്ഷിച്ചു വെച്ചിരുന്ന ഇതൊക്കെ കൃഷി വകുപ്പിന് മേടിക്കണം നല്ലത്. രാഘവട്ടാ, കൃഷി വകുപ്പിൽ മിടുക്കനായൊരു ഉദ്യോഗസ്ഥനുണ്ട്. ഇവിടെ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് മൂപ്പരോടും ചോദിച്ചു നോക്കാം. ഇത്തിരി ചൂടനാണെങ്കിലും കൃഷി എന്ന് പറഞ്ഞാൽ മരിക്കും. ഭയങ്കര ആത്മാർത്ഥയാ. പടിപ്പുര വീട്ടിൽ 18-ാം വട്ടത്തെങ്ങു വച്ചു. കണ്ണീർ കുടത്തിൽ കാരണവൻ മോഹത്തിൻ കണ്ണീർ തേവി വെള്ളമൊഴിച്ചു. കണ്ണീർ തേവി വെള്ളമൊഴിച്ചു. അക്ഷയ പ്രോജക്ടിന്റെ ഗുഡ്വിൽ അംബാസഡർ, മലയാള സിനിമയിലെ പൗരുഷം, മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം. ഈ ബഹുമതികൾക്കെല്ലാം അർഹനായ വ്യക്തിയെ ഇനി നാം പരിചയപ്പെടുത്തേണ്ടതില്ല എന്നറിയാം. മലയാളിയുടെ എന്തിനാ എന്നെ ഇങ്ങോട്ട് വേദനിപ്പിക്കണേ? സ്വന്തം പത്മശ്രീ ഡോക്ടർ ഭരത് മമ്മൂട്ടി, മലയാളിയുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. തീരെ പരിചയമില്ലാത്ത ഒരാളെ പരിചയപ്പെടുന്ന പോലെ ഇത്രയും കാര്യങ്ങളൊന്നും പറയണ്ട. വെറുതെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അറിയാല്ലേ. ഞാൻ ആരാ മുതല്? ഇനി മാലിന്യം, ജൈവകൃഷി എന്നിവ സംബന്ധിച്ച് മമ്മൂട്ടിയും ശ്രീനിവാസനും തമ്മിലുള്ള ഒരു വാഗ്വാദം. ഞാൻ ഒരു സ്ഥലത്ത് ഒരു 2 ഓറഞ്ച് വാങ്ങി, അതിന്റെ തൊണ്ടിടാൻ സ്ഥലമില്ലാതെ ഒരു 4-4.5 കിലോമീറ്ററോളം നടന്നു. നിന്റെ ഒരൊറ്റ തള്ളലോണ്ട് ഇത് ജോയിന്റ് ആയിപ്പോയി. നന്നായിട്ട് തള്ളലാ ഞാൻ. തൊണ്ടിടാൻ സ്ഥലമില്ല. നമുക്ക് അവിടെ ഇടാൻ പേടി. അന്യരാജ്യമാണ്. നമ്മൾ വല്ലയിടത്തും തൊണ്ടിട്ട് കഴിഞ്ഞാൽ പിടിച്ചകത്താക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മമ്മൂട്ടി അന്വേഷിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒരു 3-4 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഒരു വേസ്റ്റ് ബോക്സ് കണ്ടത്, അവിടെ ഇട്ടത്. നന്നായിട്ട് തള്ളലാ ഞാൻ. ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഈ ഒരൊറ്റ തള്ളലോണ്ട് ഇത്. സ്ഥലം പറഞ്ഞാൽ നമ്മൾ വെറുതെ വീമ്പ് പറയണമെന്ന് പറഞ്ഞു. സ്ഥലം ജപ്പാനാണ്. ഇപ്പൊ പുള്ളി ചോദിച്ചത് എനിക്ക് പറഞ്ഞതേ ഉള്ളൂ. അല്ല, അവിടെയൊക്കെ അങ്ങനെ നടക്കും, ഇവിടെ നടക്കുമെന്ന് ചോദിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം പോയ സ്ഥലം ഒളിപ്പിച്ചു വെച്ചിട്ട് നിങ്ങളോടൊരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, 4 കിലോമീറ്റർ നടന്ന കാര്യം. അപ്പോൾ ഞാനാണ് ഇവിടുന്ന് ചോദിച്ചത് ഏത് സ്ഥലം. അപ്പോൾ ജപ്പാൻ. അപ്പൊ ജപ്പാനിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഞാനും ഇദ്ദേഹമായിട്ടുള്ളൊരു കാര്യം എനിക്ക് ഓർമ്മയിൽ വന്നു. ശ്രീ മമ്മൂട്ടി എന്നോട് പറഞ്ഞു, ഈ ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഒരു ഭ്രാന്തനാണല്ലോ പുള്ളി. എന്നോട് പറഞ്ഞു, ടോക്കിയോയിലാണല്ലോ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോ ഏറ്റവും പുതിയത് എന്താണ് അവിടെ ഇറങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ വാങ്ങിച്ചുകൊണ്ട് വന്നോളൂ, അവിടെ അതിനുള്ള പണം ഞാനവിടെ ഏർപ്പാട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. എന്നോട് ചോദിച്ചു, കുറെ സാധനങ്ങൾ ഏറ്റവും പുതിയത് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്ത് പണിയാണ് കാണിച്ചത്, പറ്റിക്കല്ലേ ചെയ്തെന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, 1 വർഷമായിട്ട് അവിടെ പുതിയ ഒരു സാധനം ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ജൈവകൃഷി എന്ന് പറയുന്നത് ഞാനും ശ്രീനിവാസനുമായി ചെറിയൊരു വാഗ്വാദം ഉണ്ടായി. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ജൈവകൃഷിയാണോ സ്വാഭാവിക കൃഷിയാണോ എന്ന് ചോദിച്ചു. പുള്ളി പക്ഷേ ഈ രണ്ടിൽ ഏതാണെന്ന് പുള്ളിക്ക് അറിയത്തില്ല. അപ്പൊ അദ്ദേഹം എന്ത് വളമാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചപ്പോൾ സ്വാഭാവിക വളങ്ങളാണ്, ഞങ്ങൾ വളം വാങ്ങിച്ച് ഉപയോഗിക്കാറില്ല. ജൈവകൃഷി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സ്വാഭാവിക കൃഷിയാണ്. മമ്മൂട്ടി എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഞാനൊരു മറുപടി പറഞ്ഞു. ഇപ്പം മൈക്കിന് മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോഴാണ് അതൊരു വാഗ്വാദമായിരുന്നു എന്ന് പുള്ളി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പത്മശ്രീ കിട്ടിയ ആൾക്കാരോട് ഞാൻ വാഗ്വാദത്തിന് ഒരിക്കലും മുതിരാറില്ല. ഈ ജന്മത്തിൽ എനിക്ക് പത്മശ്രീ കിട്ടാനും പോകുന്നില്ല എന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. വേറെ എന്തെങ്കിലും ഒരു എന്റെ പേരിൽ തന്നെ ഒരു ശ്രീ ഉണ്ടല്ലോ, വേറെ എന്തെങ്കിലും. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും തിങ്കളാഴ്ച രാത്രി 9:30. നന്ദി, നമസ്കാരം.